ഹലോ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയാലോ. ഇത് നമ്മൾ കടയിൽ വാങ്ങിക്കുന്നതിനേക്കാളും ഒരു പിടി ടേസ്റ്റുള്ള ഒരു ചിക്കൻ നൂഡിൽസാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിൽ 3/4 കടം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് നൂഡിൽസ് വേവിക്കാനാണ്. അപ്പോൾ ഞാനിപ്പോൾ 500 ഗ്രാം നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഒന്നോടൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഇതിൽ ഓയിൽ ചേർത്തത് കേട്ടോ. എപ്പോഴും നമ്മൾ മാഗി നൂഡിൽസ് ആ പൊടിയിൽ ഇളക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ അധികം ആൾക്കാരും, പെട്ടെന്ന് കഴിയുന്ന പണിയാണല്ലോ. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും, ഒരുപാട് പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പൊരിക്കണം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. നമ്മൾ ഏതിലാണോ നൂഡിൽസ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 2 മുട്ട ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ആദ്യം ചെയ്യുന്ന പ്രോസസ്സില്ലേ, അതുപോലെ തന്നെ 2 മുട്ട എടുത്തിട്ട് കുറച്ചൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മുട്ട ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യുക. അപ്പോൾ മുട്ട ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റിയിട്ട് ഈ സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി അതിലേക്ക് നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിൽ തന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നൂഡിൽസ് എന്ന് പറയുന്നത് നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉള്ളിക്ക് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും, അതുപോലെ തന്നെ പച്ചാച്ചൊപ്പ്, മഞ്ഞ, ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും അതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് സ്പ്രിങ് ഓണിയൻ, അതുപോലെ ക്യാബേജ് അല്ലെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചിട്ട് അങ്ങനെ പല ടൈപ്പിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഇട്ടതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചിക്കൻ എടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ചിക്കൻ നൂഡിൽസിൻ്റെ നമ്മുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 2 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് മിക്സ് ആയി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസ് ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, കൂടെ തന്നെ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ സോയാ സോസ്, ഇത് 3ഉം ചേർക്കുക. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് സ്പ്രിങ് ഓണിയൻ വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതെന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ്
മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മൂടി വെച്ച് തുറന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിത്തെ ഡിന്നറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഇത് പുരക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടോ, ബാക്കിയെല്ലാം കണ്ണടച്ച് ഓർക്കുന്നതിന് മുന്നേ തീർന്നാളും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.